നാടിന്റെ സമാധാനം തകർക്കാൻ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി രംഗത്തിറങ്ങുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയ്ക്കാണ് കൊല്ലം നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ഗുണ്ട അസോസിയേഷൻ ഓഫീസ് എന്ന പേരിൽ താവളം തുറക്കാനും നഗരത്തിൽ ആധിപത്യം ഉറപ്പിക്കാനും ശ്രമിച്ച ക്രിമിനൽ സംഘത്തിനെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തോക്കുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി റോഡിൽ നൃത്തം ചെയ്യുകയും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത 6 അംഗ സംഘത്തെ പൂട്ടാനാണ് പോലീസിന്റെ നീക്കം. ജില്ലയിലെ മറ്റ് കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ പേരെടുത്ത് ക്രിമിനൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിരുന്നു ഇവരുടെ നീക്കം. ജനുവരിയിൽ കൊല്ലം കോളേജ് ജംഗ്ഷന് സമീപം ശാരദാമഠത്തിനടുത്തായിരുന്നു ഈ ഗുണ്ടാ സംഗമം നടന്നത്. ജോനകപുരം സ്വദേശി നൌഫൽ, കിളിക്കൊല്ലൂർ സ്വദേശി മണികണ്ഠൻ, ശക്തികുളങ്ങര സ്വദേശി സക്കറിയ, കോളേജ് നഗർ സ്വദേശി ഷെറിൻ, പള്ളിത്തോട്ടം സ്വദേശി ഷാനു, കടപ്പാക്കട സ്വദേശി നിസാമുദ്ദീൻ എന്നിവർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. നൌഫലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത ജിമ്മിനോട് ചേർന്നുള്ള മുറിയിലാണ് ഇവർ സംഘം ചേർന്നത്. 3 വർഷമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഈ ജിം പോലീസ് ഇന്നലെ പൂട്ടിച്ചു. 2ാം പ്രതിയായ മണികണ്ഠൻ പിസ്റ്റൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയും ഗുണ്ട അസോസിയേഷൻ ഓഫീസ് തുറക്കുന്നു എന്ന പേരിൽ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. തുടർന്ന് റോഡിൽ ഉച്ചത്തിൽ പാട്ടുവെച്ച് നൃത്തം ചെയ്ത് സമൂഹത്തിൽ ഭീതി വളർത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും മറ്റും ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് യുവതലമുറയെ ക്രിമിനൽ സംഘങ്ങളിലേക്ക് ആകർഷിക്കാനും ഇവർ ലക്ഷ്യമിട്ടു. ഭാരതീയ ന്യായസഹിതം 192ാം വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവം നടന്ന് 2 മാസത്തിലേറെ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഗുണ്ടകൾ സംഘം ചേർന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഈസ്റ്റ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സ്വമേധയാ കേസെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇത്രയും ഗൌരവകരമായ ഒരു സുരക്ഷാ ലംഘനം നടന്നിട്ടും രഹസ്യാന്വേഷണ വിഭാഗം എന്തുകൊണ്ട് വൈകി എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പിടിയിലാവാനുള്ള 6 പ്രതികൾക്കെതിരെയും മുൻപ് ഒട്ടേറെ അടിപിടി കേസുകൾ നിലവിലുണ്ട്. നഗരത്തിൽ ഗുണ്ടാതാവളം ഉറപ്പിക്കാൻ ഇവർ കയ്യേറിയ വീടിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തോക്കുകളുടെ ഉറവിടം കണ്ടെത്തുക എന്നത് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഇവർക്ക് മറ്റേതെങ്കിലും വഴി ക്രിമിനൽ സിൻഡിക്കേറ്റുകളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും സ്ഫോടന വാർത്തകൾക്ക് പിന്നാലെ കൊല്ലത്ത് ഇത്തരമൊരു ഗുണ്ടാസംഘം പരസ്യമായി വെല്ലുവിളി ഉയർത്തുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നു. ഗുണ്ടകളെയും അവരുടെ സോഷ്യൽ മീഡിയ അഭ്യാസങ്ങളെയും മുളയിലെ നുള്ളിയില്ലെങ്കിൽ കേരളം ഗുണ്ടാസംഘ രാജ്യമായി മാറുമെന്ന രീതിയിലാണ് നാട്ടുകാർ. ഇവർക്കെതിരെ കാപ്പ ചുമത്തുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ വേണമെന്നാണ് ആവശ്യം.